ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ BR അംബേദ്കറെ കുറിച്ചുള്ള പരാമർശത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. കണ്ണൂരിൽ എംപോക്സ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗം സ്ഥിരീകരിച്ചവരുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി. കേരള നിയമസഭയുടെ 3ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം അടുത്ത മാസം 7-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്പീക്കർ AN ഷംസീർ. ചലച്ചിത്ര പ്രേമികൾക്ക് വർണ്ണവിസ്മയങ്ങൾ സമ്മാനിച്ച 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരശ്ശീല വീഴും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഒഡീഷയ്ക്കെതിരെ കേരളത്തിന് ജയം. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ BR അംബേദ്കറെ കുറിച്ചുള്ള പരാമർശത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാവിലെ ഇരുസഭകളും സമ്മേളിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. BR അംബേദ്കറെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധിച്ച് INDI സഖ്യം പാർലമെന്റ് വളപ്പിൽ മാർച്ച് നടത്തി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ കേന്ദ്ര സർക്കാർ ഇന്ന് സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറും. 21 ലോക്സഭാ അംഗങ്ങളും 10 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടെ 31 പാർലമെന്റ് അംഗങ്ങൾ അടങ്ങുന്നതാണ് സമിതി. കണ്ണൂരിൽ എംപോക്സ് സ്ഥിരീകരിച്ചവരുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി വരുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 2 പേരാണ് ഐസൊലേഷനിൽ കഴിയുന്നത്. വിദേശത്ത് നിന്നെത്തിയ വയനാട് സ്വദേശിക്കും കണ്ണൂർ പാനൂർ സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. എംപോക്സ് വളരെ ശ്രദ്ധിക്കേണ്ട രോഗമാണെന്നും രോഗലക്ഷണങ്ങൾ പ്രകടമായതിനു ശേഷമാണ് രോഗം പകരുന്നതെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. സമ്പർക്കമുണ്ടായാൽ 21 ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എംപോക്സ് രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഐസൊലേഷനിൽ തുടരേണ്ടതും ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കേണ്ടതുമാണ്. കേരള നിയമസഭയുടെ 3ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം അടുത്ത മാസം 7-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്പീക്കർ AN ഷംസീർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള IPFന്റെ 3rd എഡിഷൻ ജനുവരി മാസം 7-ാം തീയതി മുതൽ 13 വരെ നിയമസഭാ കോംപ്ലക്സിൽ വെച്ച് നടക്കുകയാണ്. ഫസ്റ്റും സെക്കൻഡ് എഡിഷനും ശേഷം 3rd എഡിഷനും വൻ വിജയമായി തീരുമെന്ന ശുഭാപ്തിവിശ്വാസമാണ് നിയമസഭ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ജനുവരി മാസം 7-ാം തീയതി രാവിലെ 10:30 ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരള IPF 3rd എഡിഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അനധികൃതമായി സാമൂഹിക ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടി. കൃഷിവകുപ്പിലെ ജീവനക്കാർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ നടപടി. ഇതിന്റെ ഭാഗമായി മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 പാർട്ട് ടൈം ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത്. പ്രശസ്ത സിനിമ സീരിയൽ നടി മീന ഗണേഷ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ 5 ദിവസമായി ഇവിടെ ചികിത്സയിലായിരുന്നു. 200ഓളം സിനിമകളിലും 25-ൽ പരം സീരിയലുകളിലും നിരവധി നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട കോന്നിയിൽ അപകടത്തിൽ മരിച്ചവർക്ക് വിട നൽകാനൊരുങ്ങി ജന്മനാട്. 4 പേരുടെയും സംസ്കാരം ഇന്ന് കോന്നി മല്ലശ്ശേരി പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ നടക്കും. പള്ളിയിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ചലച്ചിത്ര പ്രേമികൾക്ക് വർണ്ണവിസ്മയങ്ങൾ സമ്മാനിച്ച 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരശ്ശീല വീഴും. 7-ാം ദിവസമായ ഇന്ന് ഭ്രമയുഗം, ഫയർ, അവർണോ എന്നിവയുൾപ്പെടെ 68 ചിത്രങ്ങളുടെ പ്രദർശനം നടക്കും. മേളയിൽ ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും ആദ്യ പ്രദർശനം പൂർത്തിയായി. ഈ മാസം 13-ന് ആരംഭിച്ച മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നായി 177 ചലച്ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത്. 15 തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം നടക്കുന്നത്. രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് ചലച്ചിത്ര ഗാനയാത്ര ഇന്ന് നടക്കും. മാനവീയം വീഥിയിൽ രാത്രി 8-നാണ് പരിപാടി. മലയാള സിനിമയുടെ ആദ്യ 50 വർഷത്തെ തിരഞ്ഞെടുത്ത ചലച്ചിത്ര ഗാനങ്ങളാണ് ഗാനയാത്രയിൽ അവതരിപ്പിക്കുന്നത്. തൃശൂർ ജില്ലയിലെ പുനഃസജ്ജീകരിച്ച ശക്തൻ തമ്പുരാൻ കൊട്ടാരം പുരാവസ്തു മ്യൂസിയം നാളെ നാടിന് സമർപ്പിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, മേയർ MK വർഗീസ് തുടങ്ങിയവർ പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ ആധുനിക രീതിയിലാണ് മ്യൂസിയം പുനഃസജ്ജീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ജമ്മുകശ്മീരിലെ കുൽഗാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന 5 ഭീകരരെ വധിച്ചു. 2 സൈനികർക്ക് പരിക്കേറ്റു. ഒളിച്ചിരിക്കുകയായിരുന്ന ഭീകരരെ വളഞ്ഞപ്പോൾ സൈനികർക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു. പ്രദേശത്ത് തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് അവസാനിക്കും. നാളെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ശേഷം സ്കൂളുകൾ അടയ്ക്കും. ഈ മാസം 11-നാണ് പരീക്ഷകൾ ആരംഭിച്ചത്. ക്രിസ്മസ് അവധിക്ക് ശേഷം ഈ മാസം 30-ന് സ്കൂളുകൾ തുറക്കും. കൺസ്യൂമർ ഫെഡിന്റെ ക്രിസ്മസ് പുതുവത്സര വിപണി ഈ മാസം 23 മുതൽ 25 വരെ നടക്കും. വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവൻ ഇന്ന് നിർവഹിക്കും. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ താലോലം ബഡ്സ് ജില്ലാതല കലോത്സവം തലശ്ശേരിയിൽ ഇന്ന് സമാപിക്കും. കുട്ടികളുടെ വ്യത്യസ്ത കഴിവുകൾ ഏറെ ശ്രദ്ധേയമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കുട്ടികളുടെ മാനസികമായ ഉന്മേഷത്തിനും അവരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനും വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ ബഡ്സ് കലോത്സവം സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ 32 ബഡ് സ്കൂളുകളിൽ നിന്നായി 270 കലാകാരന്മാർ വിവിധ മത്സരീനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ആവശ്യമായ പിൻബലവും പിന്തുണയും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. കുട്ടികൾക്ക് ആവശ്യമായ പിന്തുണയും പരിപാലനവും നൽകുന്ന എല്ലാ അധ്യാപകരെയും രക്ഷിതാക്കളെയും സ്പീക്കർ അഭിനന്ദിച്ചു. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച് തത്സമയം പരാതി കൊടുക്കാനുള്ള ഒരു ഓൺലൈൻ സംവിധാനം നഗരസഭ ഏർപ്പെടുത്തണമെന്ന് മന്ത്രി MB രാജേഷ്. തിരുവനന്തപുരം തമ്പാനൂരിൽ സജ്ജമാക്കിയിട്ടുള്ള ഷീ സ്പേസും ഷീ ഹബ്ബും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസ സൌകര്യമൊരുക്കുന്ന സംവിധാനമാണ് ഷീ സ്പേസ്. മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ പ്രതീക്ഷയിലാണ് അടിമാലി മച്ചിപ്ലാവ് മേഖലയിലെ ഈറ്റ നെയ്ത്ത് തൊഴിലാളികൾ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. തണുപ്പ് കാലം ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. 35 വർഷമായി അടിമാലി മച്ചിപ്ലാവ് മേഖലയിൽ ഈറ്റനെയ്ത്ത് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്കും സഞ്ചാരികളുടെ ഈ തിരക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ പരമ്പരാഗത ഈറ്റനെയ്ത്ത് തൊഴിലാളികളാണിവർ. മഴക്കാലം ആരംഭിച്ചത് മുതൽ കച്ചവടം കുറഞ്ഞതോടെ കുടുംബങ്ങൾ പ്രതിസന്ധിയിലായിരുന്നു. കുട്ടയും മുറവും മുതൽ വിവിധ അലങ്കാര വസ്തുക്കൾ വരെ ഇവർ ഈറ്റയിൽ മനോഹരമായി നെയ്തെടുക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഒഡീഷയ്ക്കെതിരെ കേരളത്തിന് ജയം. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് കേരളം വിജയിച്ചത്. രാവിലെ 9 മണിക്ക് ഹൈദരാബാദിലായിരുന്നു മത്സരം. ഗ്രൂപ്പ് ബിയിലെ 4ാം മത്സരമാണ് ഇത്. ആകാശവാണി തൃശൂർ പ്രോഗ്രാം മേധാവി M ബാലകൃഷ്ണൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് പുലർച്ചെ 2-നായിരുന്നു അന്ത്യം. സംസ്കാരം തിരുവില്ലാമല ഐവർമഠത്തിൽ നടക്കും. കൊച്ചിയിൽ ഉദയംപേരൂരിന് സമീപം കണ്ടനാട് അംഗൻവാടി പ്രവർത്തിച്ചിരുന്ന സ്കൂൾ കെട്ടിടം തകർന്നു വീണു. ആളപായമില്ല. അപകട സമയത്ത് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. 100 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നത്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന സ്കൂൾ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. ശബരിമല സന്നിധാനത്ത് തുടർച്ചയായ 3ാം ദിവസവും തിരക്ക് തുടരുന്നു. 1 മണിക്കൂറിൽ 4500ഓളം തീർത്ഥാടകരാണ് ദർശനം നടത്തുന്നത്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ഞായറാഴ്ച രാവിലെ 7-ന് പുറപ്പെടും. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി പീതാംബര ദീക്ഷ നാളെ രാവിലെ ശിവഗിരി മഹാസമാധി സന്നിധാനത്തിൽ നടക്കും. ഗുരുപൂജ, പുഷ്പാഞ്ജലി, സമൂഹ പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷമാണ് പീതാംബര ദീക്ഷാ സമർപ്പണ ചടങ്ങ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 827 പോയിന്റ് താഴ്ന്ന് 79,350-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 239 പോയിന്റ് നഷ്ടത്തിൽ 23,958-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണം ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 7,070 രൂപയും പവന് 520 രൂപ താഴ്ന്ന് 56,560 രൂപയുമാണ് ഇന്നത്തെ വില. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും മാതൃ സഹോദരനെയും വെടിവെച്ചു കൊന്ന കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി നാളെ ശിക്ഷ വിധിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ BR അംബേദ്കറെക്കുറിച്ചുള്ള പരാമർശത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. കണ്ണൂരിൽ എംപോക്സ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗം സ്ഥിരീകരിച്ചവരുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി. കേരള നിയമസഭയുടെ 3ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം അടുത്ത മാസം 7-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്പീക്കർ AN ഷംസീർ.
ചലച്ചിത്ര പ്രേമികൾക്ക് വർണ്ണവിസ്മയങ്ങൾ സമ്മാനിച്ച 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരശ്ശീല വീഴും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഒഡീഷയ്ക്കെതിരെ കേരളത്തിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.